INTUC ആലപ്പുഴ ജില്ലാ ജനറൽ ബോഡി യോഗം കായംകുളത്ത് നടന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് സർക്കാരുകൾ തൊഴിലാളി ക്ഷേമത്തിന് രൂപം നൽകിയ നിയമങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത് 4 ലേബർ കോഡുകളിൽ കൂടെ തൊഴിലാളി വർഗത്തെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. INTUC ആലപ്പുഴ ജില്ലാ ജനറൽ ബോഡി യോഗം കായംകുളത്ത് നടന്നു. യോഗം സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സർക്കാരുകൾ തൊഴിലാളി ക്ഷേമത്തിന് രൂപം നൽകിയ നിയമങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത് 4 ലേബർ കോഡുകളിൽ കൂടി തൊഴിലാളി വർഗത്തെ അടിമത്തത്തിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പറയുകയാണ് പത്രക്കാരോട്, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, 1 മാസത്തേക്ക് നിനക്ക് വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കും. എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? ഇതായിരുന്നു 56 ഇഞ്ച് നെഞ്ചളവുള്ള ഒരു നരേന്ദ്രമോദി ഇനി വന്നാൽ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ ഭസ്മമായി പോകും, സോണിയാഗാന്ധിക്ക് അത്രയും കഴിവില്ല എന്നൊക്കെ പറഞ്ഞു വന്ന BJPയുടെ തുക ഇതാണോ? രാജ്യത്തിൻ്റെ അപമാനം ഇത്രമാത്രം കൊടുകുത്തി വാഴുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. സാമ്പത്തിക മേഖല 0.7, ലിജു പഠിക്കുന്ന ആളാണ്. സാമ്പത്തിക മേഖല കഴിഞ്ഞ 1 മാസക്കാലം കൊണ്ട് 0.7% ഡിപ്പായത്, കുറഞ്ഞു പോയത്. സാമ്പത്തിക മേഖല തകരുന്നു. നമ്മുടെ രൂപയുടെ മൂല്യമാണല്ലോ അതിൻ്റെ പ്രധാന അളവുകോല്. $1 100 എന്ന് പറഞ്ഞാൽ കരിയിലയുടെ വില പോലും നമ്മുടെ രൂപയ്ക്ക് ഇല്ലാതായി. ബാങ്കിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതറിയാം. പെട്ടെന്ന് രൂപയുടെ മൂല്യം കുറഞ്ഞാൽ വില വർധന ഉണ്ടാകും. എല്ലാം കൊണ്ടും ഈ രാജ്യം നാമാവശേഷമായി. അഭിമാനത്തോടു കൂടി ഒരു ഭാരതീയനാണെന്ന് പറയാൻ കഴിയുമോ? രാജ്യത്തെ ഏതാനും കോർപ്പറേറ്റുകളെ അതിസമ്പന്നരാക്കാൻ ലക്ഷ്യമിട്ട് തൊഴിലാളി വിരുദ്ധ നടപടികളുമായി മോദി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വരുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് ജി ബൈജു അധ്യക്ഷനായി. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ലിജു മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്താകമാനം തൊഴിലാളികൾ ഗുരുതരമായ ഒരു തൊഴിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നേരിടുന്ന ഏറ്റവും സുപ്രധാനമായൊരു പ്രശ്നം, നമ്മൾ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു എന്ന് പലപ്പോഴും അവകാശപ്പെടുമ്പോഴും അത് ജോബ്ലെസ് ഗ്രോത്ത് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം രാജ്യത്തിന് വളർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ചയുടെ പ്രയോജനം ഇതിൻ്റെ ഒരു ക്രീമി ലെയറിലാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ചുരുക്കം ചില വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും മാത്രമാണ്. അപ്പോൾ അടുത്തിടെ അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. അംബാനിയേക്കാൾ വലിയ സമ്പന്നനായിട്ട് അദാനി മാറി. അദാനിക്കോ അംബാനിക്കോ ടാറ്റയ്ക്കോ ബിർളയ്ക്കോ ഗോയങ്കയ്ക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൻ്റെ ക്രീമി ലെയറിൽ നിൽക്കുന്നവർക്ക് വളർച്ച ഉണ്ടാകുന്നെങ്കിലും അതനുസരിച്ച് ആ വളർച്ചയുടെ പ്രയോജനങ്ങൾ ഒരിക്കലും താഴെ തട്ടിൽ വരുന്ന തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല. INTUC സംസ്ഥാന ഭാരവാഹികളായ PJ ജോയി, AK രാജൻ, ബാബു ജോർജ്, PD ശ്രീനിവാസൻ, ചിറ്റുമൂല നാസർ, കോൺഗ്രസ് നേതാക്കളായ സൈൻലാബ്ദീൻ, AM കബീർ, Y ഹാരിസ്, P ശശികുമാർ, R ജയകൃഷ്ണൻ, രാധാമണി രാജൻ, സീനത്ത് റഷീദ്, KP ശശികുമാർ, സുരേഷ് ബാബു, P തമ്പി, MK നിസാർ, ഗോപൻ പുന്നപ്ര, രാധാകൃഷ്ണൻ പുതുശ്ശേരി, K ദേവദാസ്, EV മനോജ്, അനിൽകുമാർ, ഗായത്രി മഠം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.